ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിപ്പം ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ആക്ച്വലി നമ്മൾ എല്ലാ നാട്ടിലുള്ള വരവിനും നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. ബട്ട് എല്ലാ തവണയും നമ്മളിവിടെ പടിവാതിൽ വരെ എത്തിയിട്ട് തിരിച്ചു പോകുന്ന സീനാണ് നമുക്ക് എപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. കാരണം മഴ കാരണം ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇടയ്ക്കൊക്കെ ഓപ്പൺ ആയിരിക്കും, ഇടയ്ക്കൊന്നും ഓപ്പൺ ആയിരിക്കില്ല. ഏതായാലും ഇത്തവണ ഓപ്പൺ ആണ്, നമുക്ക് ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ലൊക്കേഷൻ എവിടെയാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മള് വീഡിയോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം ഗൈസ്. സോ വെൽക്കം ടു പൊന്മുടി ഗൈസ്. അപ്പോൾ പൊന്മുടി കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ വ്ളോഗിലേക്ക് സ്വാഗതം. നമുക്ക് പൊന്മുടിൻ്റെ ഉള്ളിലേക്ക് പോകാം. അങ്ങനെ ഒരുപാട് കാലത്തേക്ക് ശേഷം, ഒരുപാട് കാലത്തെ ശ്രമത്തിന് ശേഷം ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടിയിരിക്കുകയാണ്. വേറെ ടിക്കറ്റ് ഇക്കു, can you open this thing? ഇക്കുന്റെ സൺറൂഫ്. ഓക്കെ ഗൈസ്, അപ്പോൾ സൺറൂഫിന്റെ ടോപ്പ് വ്യൂവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. മരത്തിലൂടെ മങ്കീസ് ഒക്കെ ഇരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. മങ്കിയുടെ വിളി കേൾക്കാം. തലകൂടെ മങ്കി വീഴില്ല, തലകൂടെ മങ്കി വീഴില്ല. സോ ഇപ്പായും ഉമ്മയും ഒക്കെ ഒരുപാട് തവണ ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്കുള്ളിൽ കയറാൻ വേണ്ടി പറ്റിയിട്ടില്ല. ബട്ട് ഇക്കു അത് സാധിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇക്കു ഞാനും കൂടെ ചേർന്നത് സാധിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ പ്രതീക്ഷയിലാണ് വന്നത്, കേട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ. നമ്മൾക്ക് കയറാൻ പറ്റി ഗൈസ്, നമുക്ക് കയറാൻ പറ്റി. നിങ്ങൾ ആ കോട കാണുന്നുണ്ടല്ലോ അല്ലേ? കോട കോട കാണും ഗൈസ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇവിടെ ഒരുപാട് ആനിമൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അന്നൊക്കെ ഇതാ ഇതേപോലെ നല്ല മഴ പെയ്തിട്ട് വലിയ മഴയില്ല. അതവര് ഉറപ്പ് വരുത്തുക. ആക്ച്വലി ഒരു റൗണ്ട് അവർ പോയി നോക്കും. കാരണം ഈ മലയുടെ മുകളിലൊക്കെ, ഈ കുന്നും ചെരുവിലൊക്കെ കല്ലിടിഞ്ഞ് വീഴാറുണ്ട് ഗൈസ്, മണ്ണിടിഞ്ഞ് വീഴാറുണ്ട്. അപ്പം അത് ആൾക്കാർക്ക് ഡേഞ്ചറസ് ആണ്. മരം പൊട്ടി വീഴാറുണ്ട്. അത്തരത്തിലുള്ള ക്ലൈമറ്റ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ അലൗ ചെയ്യില്ല, ക്ലോസ് ചെയ്തിട്ട്. കേറവേ പുതിയ വെറൈറ്റി കാഴ്ചകൾ എന്തെങ്കിലും കണ്ണിന് പെടുകയാണെങ്കിൽ ഞങ്ങളതിൻ്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. നല്ല കോടയുണ്ടല്ലേ.
ഉമ്മൻകാട് ഇറക്കിയിട്ടാണ്. നോക്ക്, ഇതൊക്കെ നാച്ചുറൽ വെള്ളമാണ് ഗൈസ്. നാച്ചുറലായി വെള്ളച്ചാട്ടം. ചെവി അടഞ്ഞ കുഞ്ഞടഞ്ഞ അങ്ങനത്തെ പുല്ല് സലയില് പോയാൽ PW റെസ്റ്റ് ഹൗസ് പൊന്മുടി കഫേ ബേബിയെ കൊണ്ടുവന്നിട്ടില്ല ഗൈസ്. മഴ എങ്ങാനും പെയ്താൽ അവൾക്കതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുവരാത്ത. പക്ഷെ ഞങ്ങളത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടേക്കോ. പാകത്തിന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഈ ദേശത്തെ വഴി കുനറിയോ? കയറി മണ്ണിൽ പോവാണല്ലോ. പേടിയില്ലേ കുന്? ഏറ്റവും മുകളിൽ പോവാനാണ് ഇക്കുൻ്റെ ഒരു തീരുമാനം ഗൈസ്. എനിക്കാണെങ്കിൽ ഇക്കു കയറും തോറും പേടിയാവാണ്. 19ാമത്തെ പിന്നാണ്. KSRTC സ്വന്തമായി വണ്ടിയിൽ വരാൻ പേടിയുള്ളവർ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർക്ക് KSRTC ബസ് ഉണ്ട് കേട്ടോ, ഇങ്ങോട്ട് വരുന്ന. അതിനകത്ത് വരാൻ നിങ്ങൾക്ക് 3 ബസ്സാണെന്ന് തോന്നി ഈ റൂട്ടിൽ ഓടുന്നത്. So you guys can come like that. അത് പൊന്മുടിക്കുള്ള ബസ് തന്നെയാണ്. നന്നായി തണുക്കുന്നുണ്ട്. ഊട്ടിയിൽ വന്ന ഫീൽ ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ തണുപ്പുണ്ട് തോന്നുന്നുണ്ട്. I don't know. I'm imagining. I'm saying it. Oh wow. ഞാൻ വാവ് വെക്കുന്ന എന്താ അറിയാം, നിങ്ങൾക്ക് ഈ ക്യാമറയിൽ അത്ര ക്ലാരിറ്റിയിൽ കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് കോട കാണുന്നുണ്ട് ഗൈസ് താഴേക്ക് നോക്കുമ്പോൾ. ഒപ്പം പേടിയും ആവുന്നുണ്ട് താഴേക്ക് നോക്കാനായിട്ട്. വാവ്, കൊച്ചി ഇരുട്ട് നോക്ക്, എന്തൊരു ഇരുട്ടാണ്. ആ ഇരുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് നേക്കഡ് ഐസ് വെച്ച് നോക്കുമ്പോൾ നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഇരുട്ട്. ക്യാമറയിൽ അത്ര ഇരുട്ട് കാണിക്കുന്നില്ല. വൈ ഇതെന്താ അങ്ങനെ? ആ ഒരു ഇരുട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷോർട്സ് എടുക്കുന്നുണ്ട് ഗൈസ് ഇവിടെ നിന്ന്. അപ്പം അത് പിന്നെ നമ്മുടെ സൺറൂഫിൽ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ലിറ്ററലി ആ ഒരു കോടയും ആ ഒരു ഇരുട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഹെയർ പിന്നുകളാണ് ഗൈസ്, വലിയ ഹെയർ പിന്നുകളുണ്ട് ഇവിടെ. ഇതൊക്കെ മഴ പൊടിയുന്നുണ്ടോ? ഷോർട്സിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഗൈസ്. ഈ ഒരു ഏരിയയിലൊക്കെ നല്ല ഇരുട്ടാണ്. ആ ഒരു ഇരുട്ട് നിങ്ങൾ ഷോർട്സിൽ പോയി നോക്കേണ്ടതാണ്. അതെനിക്ക് വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. Oh my god, it's so scary. മതിയില്ലേ? ഇനി കയറണം. പേടിയാവുന്നു താഴേക്ക് നോക്കുമ്പോൾ.
ഹിയർ ഡൗൺ. ഇപ്പൊ മരങ്ങളൊക്കെ ഉണ്ടോ? വെള്ളം ഉണ്ടോ? ടിക്കു അതിന്റെ അരുവക്കൊന്നും പോയി നിക്കല്ലേ ഇക്കോ. എനിക്ക് ആകെ ഉള്ള ടിക്കുവാണ്. ഇപ്പൊ എന്തിനുള്ള പുറപ്പാടാണ്? വൈ യു സ്റ്റോപ്പിംഗ്? ടിക്കു സ്കെയറി ഇക്കോ. അരുവക്ക് പോയി നിക്കല്ലേ. കണ്ണുകളിലൂടെ നിങ്ങൾ നോക്കൂ ഗൈസ്. ഇത് ഭംഗിയാണ് ആ ഒരു കോട കാണാൻ. കുക്കു ഒച്ചെടുക്കൂ. വീഴല്ലേ ഗൈസ്? നല്ല കാറ്റുണ്ട് ഇവിടെ. ഇക്കു വേണ്ട വേണ്ട, നോ പോവരുതിട്ടോ. ഒരൊറ്റ ചാട്ടായിരിക്കും ഇവിടെ. ബേബിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ചാട്ടം ചാടിയ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഓ വാവ്, എന്തൊരു ഭംഗിയാണ് ആ നാച്ചുറൽ ബ്യൂട്ടി. നോക്കൂ അമ്മച്ചി, ഞാനിപ്പോ ആ കല്ലിച്ചോട്ടി പോയേനെ. വാട്ട് ആർ യു അപ് ടു ഗൈസ്? അങ്ങനെ മഴ പെയ്യുകയാണ് ഗൈസ് പുറത്ത്. എൻ്റെ ഫേവറേറ്റ് നെല്ലിക്കയാണ് കേട്ടോ. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? ഈ ഒരു നെല്ലിക്കനെ ഐ തിങ്ക് അരിനെല്ലിക്ക ഒരു പച്ച കളറിലെ നെല്ലിക്ക ഉണ്ട്. അതാണ് ഇവിടെ അരിനെല്ലിക്ക.
ടോയ്ലറ്റ്. കഫറ്റേറിയ, എക്കോ മിനി ടോയ്ലറ്റ്, ഐസ്ക്രീം പാർലർ. തിയേറ്റർ വണ്ടി ഇവിടെ കൊള്ളുന്നു കൊള്ളുന്നില്ലല്ലോ. വണ്ടി ഓടിച്ച് കളഞ്ഞാ ഇതെന്താ 3D തിയേറ്ററോ? What theater? Movie theater? മൂവി തിയേറ്ററാ? ഗൈസ് രണ്ട് വക പറയാം. നമുക്ക് നടന്ന് നോക്കിയിട്ടൊക്കെ വരാം. ഗൈസ് നല്ല മഴയുണ്ട്. ഞങ്ങളിവിടെ റെസ്റ്റിംഗ് പോയിന്റിൽ ഇറങ്ങിയതാണ്. ഇപ്പോൾ എൻ്റെ ഉടുപ്പൊക്കെ നനയുന്നുണ്ട്. എൻ്റെ ഞാനതെല്ലാം കൂടെ പോക്കറ്റിനകത്ത് കുത്തിക്കറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഫോസിൽ കാണിച്ചു തരാം ഗൈസ്. കണ്ടോ, ഒരുപാട് കൊല്ലം പഴക്കമുള്ള കല്ലുകളിലാണ് ഇങ്ങനത്തെ സാധനം കാണാൻ കിട്ടല്. അവിടെ ചെളിയാൻ ഇതിലേ പോവാം ഗൈസ്. അയ്യോ, ഇങ്ങോട്ടാണ് പോകുന്നത്. സ്മോക്കി I think no problem. ഹായ്, നല്ല മണ്ടന്മാരോടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. എന്നാലും നമ്മ മലയാളികൾ നമുക്കറിയില്ല എന്ന് പറയൂല. കഫ്റ്റേരിയയും ചായ കുടിയൊക്കെ ഉണ്ട്. വേണ്ട, മലമുകളിൽ വന്നുകൊണ്ട് ചായ കൊടുക്കട്ടെ ഗതിയോടി. തൊട്ടപ്പുറത്ത് വീട്ടിലപ്പോൾ ദ്വാരൊക്കെ വീട്ടിൽ ചെന്നെ കളിയാക്കി. ഹായ്, പാർക്കാണോ? ഹെദ ബേബി ആണെങ്കിൽ പപ്പ പൂശിത്ത പാർക്ക് താറിനാണ്ട് തുടങ്ങിയിപ്പോൾ ഗൈസ്. കോടമഞ്ഞ് ഹൊയ് 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 ഹൊയ്. ചിൽഡ്രൻസ് പാർക്കാണ്. കാണാനില്ലല്ലോ പാർക്ക് അവിടെ. കാന്തിജിയോ ഈ പ്രേതോ ഹൽക്കും പൽക്കും നല്ലത് നോക്കാം ഗൈസ്. കോടമഞ്ഞിനിടയിൽ ഒരു പ്രേതത്തെ കണ്ടെന്നില്ല. ഓ, ഇതാണല്ലേ ഗാന്ധിജിയാണോ ചോദിച്ചത്. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന മുട്ടേന് നോ നോ ഗൈസ്. കല്ലിൽ കൊത്തി വെച്ചാണ് ആരാളെ അറിയില്ലല്ലോ. ഓ, ഇറ്റ്സ് കപ്പിൾസ് ആക്ച്വലി. അവിടെ നോക്കിയപ്പോൾ മനസ്സിലായില്ല ഗൈസ്. ആ കപ്പിൾസിനെ മുറിച്ചു മാറ്റുന്ന രണ്ട് വ്യക്തികളെ കണ്ടിട്ടാണ് എൻ്റെ ഗാന്ധിജി അല്ലേന്ന് ചോദിച്ചത്. എന്തോ ചെയ്യട്ടെ, ഞാൻ എന്തോ പറയാനാ. അങ്ങനെ ഞങ്ങൾ
പുറകിൽ നിന്ന് കപ്പിൾ ഷൂട്ട് എടുത്ത് തരാൻ വരുന്നില്ല ഗൈസ്. ഞങ്ങളുടെ കൂടെ കൂടാൻ ടൂറ് പോകാൻ ഞങ്ങളുടെ കൂടെ താല്പര്യമുള്ള ക്യാമറമാൻമാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. ലക്കു ഞങ്ങളിവിടെ കാൽമുക്കാൻ വന്നിരിക്കുകയാണ്. എന്തോ ഒരു തണുത്ത വെള്ളമാണ്, ഭയങ്കര തണുത്ത വെള്ളം. ലക്കു രണ്ടു വാക്ക് പറയും. 2 words. 2 വാക്ക് പറയൂ. ഈ തണുപ്പ് എന്ത് പെർഫെക്റ്റ്. പിന്നെ കാശ്മീറായി പ്രഖ്യാപിക്കല്ലേ. അല്ലാഹു അലം. എന്ത് അങ്ങ് മുകളിൽ പോകണോ? കണ്ടോണ്ട, അങ്ങോട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. താഴെ കുന്നിനും ഇവിടെ കയറി മലമണ്ടയിൽ കയറി കുത്തിരിക്കുന്നു. തിരിച്ചൂടെ വെക്കാവോ? ഈ പൂവ് കടിച്ചാൽ മരിക്കുമോ എന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു നോക്കുക. എന്തിനാണ് അതിനെ ദിശ മാറ്റിവിട്ട്? ഇക്കോ ക്യാമറ അളകുന്നു. കൈയെടുക്ക്. അപ്പം നമ്മൾ പൊന്മുടിയിൽ ചുരമൊക്കെ ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്മുടി കണ്ട ഇക്കുവിനോട് ചോദിച്ചു നോക്കാം. പൊന്മുടി ഇക്കുവിന് എത്രത്തോളം ഇഷ്ടപ്പെട്ടു, പൊന്മുടി ഹൗ വാസ് പൊന്മുടി എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം നമുക്ക് ചോദിച്ചു നോക്കാം ഇക്കുവിനോട്. ഇക്കു, ഹൗ വാസ് പൊന്മുടി എക്സ്പീരിയൻസ്? പൊന്മുടിയിൽ പ്രത്യേകിച്ച് നമ്മൾ ഊട്ടി പോകുന്ന പോലെ തന്നെ, നല്ല കോടയും നല്ല തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ചും കൂടെ അധികം തണുപ്പും കോട ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഇങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം നല്ല രസമുള്ള ഒരു ആംബിയൻസ്, നല്ലൊരു വൈബ് പ്ലേസ്. അവിടെയൊക്കെ ആൾക്കാർ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നവരുണ്ട്. ആക്ച്വലി അങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഏരിയകളൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടതുപോലെ തന്നെ. പിന്നെ ഈ പൊന്മുടി മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഇപ്പോൾ ഇറ്റ് ഈസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഇറ്റ്സ് വർത്ത് വിസിറ്റിംഗ് അല്ലേ? ഔട്ട് ഓഫ് 10 how much would you rate പൊന്മുടി? 8. അപ്പോൾ ഇപ്പോൾ റേറ്റ് ചെയ്യുന്നത് 8 ആണ്. സോ നമ്മൾ അങ്ങനെ പൊന്മുടി വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ? You have something to say? ടിക്കറ്റിന്റെ ചാർജസ് 2-3 hours മതി. അതെ 3 hours-ന്റെ ഉള്ളിൽ നമുക്ക് ഉള്ളിലേക്ക് പോവാൻ. അത് ഞങ്ങൾക്കാണ് കേട്ടോ, ഞങ്ങൾക്ക് ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്കൊരു 3
3 hours-ന്റെ ഉള്ളിലേക്ക് പോകാം, വണ്ടി ഓടിച്ച് പോകാം, കാണാം, കണ്ടു കഴിഞ്ഞ് ഇറങ്ങി തിരിച്ചെത്തുകയും ചെയ്യും. അങ്ങനെ 3 hours ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൊന്മുടി കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതാണ് അതിൻ്റെ ടിക്കറ്റ് വന്നിട്ടുള്ളത്. 80 rupees-ആണ് 2 പേർക്ക് വന്നിട്ടുള്ളത്. പെർ അഡൾട്ടിന് 40 rupees-ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, പെർ അഡൾട്ട് അല്ലല്ല, അങ്ങനെയല്ല. ആക്ച്വലി ഒരു കാർ പാർക്ക് ചെയ്യുന്നതിന് 40-ഉം പിന്നെ ഏതെങ്കിലും ഒരു അഡൾട്ടിൻ്റെ പേരിൽ ഒരു 40-ന്റെ ടിക്കറ്റും എടുത്താൽ മതി. അങ്ങനെ ടോട്ടൽ 80 rupees-ന്റെ എടുത്താൽ മതി. ഇപ്പം ഈ വണ്ടി നിറച്ച് അഡൾട്ട്സ് ഉണ്ടെങ്കിലും സെയിം 80 rupees തന്നെ ആവുള്ളൂ. ഡിപ്പെൻസ് അപ്പോൺ ഹൗ മെനി കാർ ആൻഡ് അണ്ടർ 1 person's പേരിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുക. പിന്നെ സോറി ഗൈസ്, എനിക്ക് ഉറക്കം വന്നിട്ടാണ് ഗൈസ്. അപ്പോൾ അത് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും അവർ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പറൊക്കെ ചോദിച്ച് അവിടെ എഴുതി വെക്കും. പിന്നെ മേളിൽ ഒരു ഏരിയ എത്തുമ്പോൾ അവിടെയും അവർ നോട്ട് ചെയ്ത് വെക്കും. അപ്പം അത്രയൊക്കെയുള്ളൂ പൊന്മുടിയുടെ വിശേഷങ്ങൾ. ഞങ്ങൾ അത്യാവശ്യം ഹാപ്പിയാണ്. നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ കുടയൊക്കെ ആയിട്ടാണ് പോയത്. കുട ഉണ്ടെങ്കിൽ തന്നെ ഒരു ക്യാപ്പും കൂടി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എക്സ്ട്രാ ഡബിൾ പ്രൊട്ടക്ഷനാണ്. പിന്നെ കുറച്ച് കുരങ്ങന്മാർ കുറച്ച് കുറവാണ് നമ്മൾ കണ്ടത്. സാധാരണ ഒത്തിരി കുരങ്ങന്മാരൊക്കെ ഉണ്ടാവും. അതൊക്കെ പിന്നെ ഈവനിങ് സമയത്തൊക്കെ ഒരു 3 o'clock-ന് ശേഷം പോകുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ കുറച്ച് കോട കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത്തിലേക്ക് നിങ്ങൾക്ക് വ്യൂ കിട്ടും. മറ്റത് കോട കൊണ്ട് മൂടിയിട്ട് അത്ര അങ്ങോട്ട് നമുക്ക് ക്ലാരിറ്റി കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയാൻ കാര്യം. പിന്നെ കോട ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഏർലി കുറച്ചും കൂടി ഏർലി മോർണിംഗ് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പൊന്മുടി വ്ളോഗിലേക്കും. You have something more to add? അതെ, ബേബിനെ ഞങ്ങൾ 32 തവണ വിളിച്ചു. പിന്നെ അവിടെ ചില ഏരിയയിലൊന്നും സിഗ്നൽ ഇല്ല. അപ്പൊ ആ സിഗ്നൽ ഇല്ലാത്ത ഏരിയയിൽ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ബേബിന്റെ വിചാരം ഞങ്ങൾ മുകളിലത്തെ നിലയിലുണ്ട്, അവള് താഴെ കളിക്കുകയാണ്. അപ്പൊ ആ ഒരു സെറ്റപ്പിലാണ്. അപ്പൊ ഫോണിൽ വിളിച്ചപ്പോ നേരെ കയറി ഞങ്ങൾ ഓർമ്മ വന്നിട്ട് കയറി മേലേക്ക് ഓടുന്നുണ്ടായിരുന്നു ആള്. എന്തായാലും അവളെ മിസ് ചെയ്യുന്നുണ്ട്. ഓടിപ്പോയിട്ട് അവളെ കാണണം, വാരി എടുക്കണം അവളെ. ആ ഒരു സീൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ എന്തായാലും ലഞ്ച് കഴിച്ചിട്ടില്ല. ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഉണ്ട്. പോത്തുംകാൽ ആൻഡ് കപ്പ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അത് ലക്ഷ്യമാക്കിയാണ് വീട്ടിലേക്ക് പോകുന്നത്. ലൈക്കും ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യില്ലെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം. ഇല്ലേ ഗൈസ്, തൽക്കാലം ഞങ്ങൾ പൊന്മുടി വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബേബി ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്ന സീനും ചാടി വരുന്ന സീനൊക്കെ അതിൽ ചിലപ്പോൾ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കും, ചിലപ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കില്ല. ഞാനത് ചിലപ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കും എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീട് വരെ എനിക്ക് ഓർമ്മ വേണം എന്താ വീഡിയോ എടുക്കണം എന്നുള്ളത്. ചിലപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ മറന്നു പോകും. അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കൺസിഡർ ഈ ഒരു വീഡിയോയുടെ എൻഡ് പഞ്ച് ഇതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സീൻസൊക്കെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ബബ്ബുല്ല നെയ്ച്ചോറിന്റെ മണമൊക്കെ ഉണ്ട്. ആ വലിയ പോത്തിന്റെ കാര്യം മനസ്സിലായി.